ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറൈൻ വേൾഡും ദ ഓഷ്യനും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന ഒരു എക്സ്പോ കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആശ്രമ മൈതാനത്ത് ഓഗസ്റ്റ് 16-നാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം റോബോട്ടുകളും വിവിധ ഇനം മത്സ്യങ്ങളും മത്സ്യകന്യകമാരും അവരുടെ കൊട്ടാരങ്ങളും ഒക്കെ കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആശ്രമ മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന എക്സ്പോയുടെ ഫ്രണ്ട് വശമാണിത്. എക്സ്പോയിലേക്ക് പ്രവേശിക്കാൻ 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആംഗ്ലർ ഫിഷിന്റെ മോഡലിലുള്ള പ്രവേശന കവാടമാണ് ഇവിടുത്തെ ആദ്യത്തെ കാഴ്ച. മുന്നോട്ട് നടന്ന് പടികൾ കയറിയിറങ്ങിയാൽ വിവിധ ഇനം പക്ഷികളുടെ ഒരു ചെറിയ ലോകം കാണാം. അവിടെ പക്ഷികളൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ 3 ഫോട്ടോ പോയിന്റ് ആണ് ഉള്ളത്. പണ്ടത്തെ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ രാജാക്കന്മാരൊക്കെ വരുന്ന ആ ഒരു ഭംഗിയിലുള്ള രഥങ്ങളാണ് 2 ഫോട്ടോ പോയിന്റുകളായിട്ട് 2 വശത്തായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു വാട്ടർഫോളും അറ്റത്തായിട്ട് അവര് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ഫോട്ടോ പോയിന്റ്. അപ്പോൾ ഇമ്മക്കുട്ടി ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അച്ഛനും ഇമ്മക്കുട്ടിയും കൂടെ കയറി ഇരിക്കുകയാണ്. നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മുടെ മുകളിൽ എപ്പോഴും പക്ഷികൾ ഇങ്ങനെ പറന്ന് നടപ്പുണ്ടായിരിക്കും. കുറേയേറെ പക്ഷികൾ ഈ ഒരു പവലിയനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കാനും കുട്ടികൾക്കൊക്കെ നല്ല കൗതുകമായിരിക്കും ഈ പക്ഷികളൊക്കെ കാണാനായിട്ട്. ഒരുപാട് തത്തകളും അങ്ങനെ പല ഇനങ്ങളിലുള്ള പക്ഷികളെ ഇവിടെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു വാട്ടർഫോള്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ 2ാമത്തെ ഫോട്ടോ പോയിന്റ് ആണിത്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു രഥം അവിടെ മോളെ കയറ്റിയിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത പവലിയനിലേക്ക് പോവുകയാണ്. അടുത്തതായി നമ്മൾ എത്തിച്ചേരുന്നത് റോബോട്ടുകളുടെ ഒരു ലോകത്തേക്കാണ്. വരും നാളുകളിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമായി വരുന്ന വിവിധ ഇനം റോബോട്ടുകളുടെ പ്രദർശനമാണ് ഈ വലിയ ഹാളിൽ അവർ ഒരുക്കിയിരിക്കുന്നത്. ഈ റോബോട്ടിനെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. റെസ്റ്റോറൻറ്റുകളിലും മറ്റും ഫുഡ് ഓർഡർ ചെയ്യാനും ഡെലിവറി ചെയ്യാനുമായി പലയിടത്തും ഇത്തരം റോബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നായ്ക്കുട്ടികളെ കണ്ടാലോ. അപ്പൊ ഇത് ഒറിജിനൽ നായ്ക്കുട്ടികളല്ല, നായ്ക്കുട്ടികളെ പോലെയുള്ള റോബോട്ടുകളാണ്. ഇവരിവിടെ ഓടിയും ചാടിയും പാട്ടുപാടിയും നൃത്തം ചെയ്തും എല്ലാം നടക്കുകയാണ്. വേണമെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊടുത്തൊരു ഷേക്ക് ഒക്കെ തരും കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു കാഴ്ചയായിരിക്കും ഇത്. ഇനി നമുക്ക് റോബോട്ടുകളുടെ കുറച്ച് കുസൃതികളൊക്കെ കണ്ടാലോ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു റോബോട്ട്സുകളെ കാണാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു റോബോട്ട് ഇതിൽ ഞാൻ കണ്ടു കേട്ടോ. അതോ അങ്ങേ അറ്റം ഇരിക്കുന്ന ആശാനാണ്. വളരെ ക്യൂട്ടായിട്ട് തോന്നി. എന്താ കണ്ടോ, എന്ത് ക്യൂട്ടല്ലേ ഇത് ഡാൻസ് കളിക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു റോബോട്ട്സ് ഉണ്ട് ഇവിടെ. ഈ കുഞ്ഞു റോബോട്ട്സുകളാണെങ്കിലും ഇവ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം പ്രിന്റ് ചെയ്ത് തരുന്ന റോബോട്ട്സ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഹാളിന്റെ 2 സൈഡിലുമായിട്ട് റോബോട്ടുകളെ കുറിച്ച് നമ്മൾക്ക് അറിയാത്തതായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ അത് ഒന്ന് വായിച്ചു നോക്കാം. റോബോട്ടുകളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കടലിന്റെ അടിത്തട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. ആദ്യം നമ്മൾ കാണുന്നത് ഒരു ടാങ്കില് ഒരു സ്ക്യൂബ ഡൈവറും കുറെ മീനുകളുമാണ്. ഓക്സിജൻ ടാങ്കുമായിട്ട് വെള്ളത്തിനടിയിൽ നീന്തി കളിക്കുന്ന ഒരു സ്ക്യൂബ ഡൈവർ ആണ് ഇവിടെ ഉള്ളത്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കക്ഷി പോസ്റ്റ് ചെയ്തൊക്കെ തന്നു കേട്ടോ. അപ്പൊ മോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഡൈവർ മാമനെ കണ്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ച് മോൾ ഒരു ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുത്തു. ഡൈവർ മാമൻ തന്റെ ഓക്സിജൻ കുഴൽ വായിൽ നിന്ന് മാറ്റിയിട്ടാണ് തിരിച്ചൊരു ഫ്ലൈയിങ് കിസ് കൊടുത്തത്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറെ നേരം ചിലവഴിച്ചിട്ട് അടുത്ത കാഴ്ചകളിലേക്ക് പോയി. അടുത്തതായിട്ട് നമ്മൾ കഥകളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച മത്സ്യകന്യകമാരുടെ കടലിനടിയിലുള്ള ആ സ്വർണ്ണ കൊട്ടാരമാണ്. അപ്പൊ അതിന് മുന്നിൽ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇമ്മക്കുട്ടിക്കും കിട്ടി ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ചാൻസ്. അങ്ങനെ അവിടെ ഇരുത്തി മോളെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ 360 ഡിഗ്രി സെൽഫി ഒക്കെ എടുക്കുന്ന ആ ഒരു ഫോട്ടോ ബൂത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും തിരക്ക് അടുത്ത ഒരു ടാങ്കിലേക്കായിരുന്നു. അപ്പൊ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവിടെ 2 മത്സ്യകന്യകമാരാണ് ഉള്ളത്, അതായത് നമ്മുടെ മെർമെയ്ഡ്സ്. നേരത്തെ കണ്ട സ്ക്യൂബ ഡൈവറെ പോലെയല്ല, ഇവർക്ക് ഓക്സിജൻ മാസ്ക് ഒന്നുമില്ല. അപ്പം ഓക്സിജൻ മാസ്ക് ഒന്നും ഇല്ലാതെ അവര് താഴോട്ട് ഇറങ്ങിയിട്ട് ശ്വാസം പിടിച്ച് താഴോട്ട് ഇറങ്ങി അവരുടെ ചുവടുകളൊക്കെ വെച്ചിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ മോളിൽ പോയി ശ്വാസം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വളരെ പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണിത്. കുറെ നേരം അതും കണ്ടു നിന്നു. ശരിക്കും പറഞ്ഞാൽ കാഴ്ചക്കാർ ഒരുപാട് പേരുണ്ട്, എല്ലാവരും ഫോൺ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ശ്വാസം കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. പെട്ടെന്ന് പോയി ശ്വാസം എടുത്തിട്ട് തിരിച്ചു വന്ന് വീണ്ടും കാഴ്ചക്കാരെ എന്റർടൈൻ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് കടൽ മീനുകളുടെ ഒരു വലിയ ലോകമാണ്. ടണലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു സൈഡിലായിട്ട് വലിയ ടാങ്കുകളിൽ വിവിധ തരം കടൽ മീനുകൾ കാണാം. ഇവയിൽ കൂടുതലും വലിപ്പം കൂടുതലുള്ള, അതായത് അരപൈമ പോലെയുള്ള വലിയ മീനുകളാണ് കൂടുതലും കിടക്കുന്നത്. പിന്നെ കുറെ ചെറിയ മീനുകളും ഉണ്ട്. അപ്പൊ കുറച്ച് മീനുകളുടെ കാഴ്ചകൾ കണ്ടാലോ? ഇനി നമ്മൾ കാണുന്നത് അണ്ടർ വാട്ടർ ടണലിന്റെ പുറം ഭാഗമാണ്. ടണലിലുള്ള മീനുകളാണ് നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. മീനുകളൊക്കെ ടണലിന്റെ സൈഡിലും മുകളിലുമായിട്ട് ഇങ്ങനെ നീന്തി കളിക്കുകയാണ്. ഇത്ര അടുത്ത് നിന്ന് ഇവയൊക്കെ ഒന്ന് കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ? കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞ മീനുകളെയാണ്. ഗ്ലോ ഫിഷിന്റെ ടെട്രാ വിഭാഗത്തിൽപ്പെട്ട മീനുകളാണ് ഇവ. ഇത് നല്ല ഗ്ലോ ചെയ്യുന്ന പലതരം കളറിലുള്ള മീനുകളാണ്. ഈ മീനുകളെല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കുറെ പേർ അതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളും കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടണലിലൊക്കെ കയറിയിട്ട് നമുക്ക് വിശാലമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ കുറെ നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ഇനി ടണലിലെ കാഴ്ചകളിലേക്ക് പോകാം. ടണലിനകത്ത് കടലിലെ തിരമാലകളുടെ ശബ്ദം സ്പീക്കറിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടണലിൽ നിന്ന് ഇനി മറുവശത്തേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ടണലിന്റെ മറുവശത്തും ഒരു സൈഡിലായിട്ട് ടണലിന്റെ ഭാഗവും അടുത്ത സൈഡിലായിട്ട് വലിയ ടാങ്കുകളിലായിട്ട് മത്സ്യങ്ങളും കിടപ്പുണ്ട്. ഈ സൈഡിലെ ടാങ്കുകളിലായിട്ട് ഞണ്ടുകളെ കാണാം, ഈലുണ്ട്, വിവിധ തരം ഈലുകളുണ്ട്, അതുപോലെ തന്നെ അലിഗേറ്റേഴ്സിനെ കാണാം, സ്റ്റാർ ഫിഷ് കാണാം. അങ്ങനെയുള്ള കാഴ്ചകളാണ് ഈ ടാങ്കുകളിലുള്ളത്. ഓരോ പവലിയൻ കഴിയുമ്പോഴും ഇതുപോലെ ഒരു സ്റ്റോൾ ഉണ്ട്. അവിടെ ഐസ്ക്രീമോ ഫ്രഷ് ലൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആയിരിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടത് ഗ്ലോ ഫിഷുകളുടെ ഇടയിൽ കിടന്നുറങ്ങുന്ന കുറച്ച് പൂച്ചക്കുട്ടികളെയാണ്. അപ്പൊ ഇവര് എഴുന്നേറ്റ് ഇന്ന് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഉച്ചമയക്കത്തിലായിരുന്നു, ആശാന്മാരൊന്നും എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മീനുകളുടെ ലോകത്ത് നിന്നും നമ്മുടെ സ്റ്റോളുകളുടെ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ കൂളറും മസാജറും റൊട്ടി മേക്കർ വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള സ്റ്റോളുകളാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഫർണിച്ചറിന്റെ സ്റ്റോളുകൾ കാണാം.
ഇവിടെ ഒരു സ്റ്റോളിൽ പനം കരിപ്പോട്ടിയും പനം കൽക്കണ്ടും വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇവിടെ ഫ്രണ്ടിലിരിക്കുന്നതാണ് പനം കരിപ്പോട്ടി. അത് ചുക്കൊക്കെ ചേർത്തിട്ടുണ്ട്, നല്ല എരിവുണ്ട്. നമുക്ക് പനിക്കൊക്കെ നല്ല ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്നത് പനം കൽക്കണ്ടാണ്. മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനം കൽക്കണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ട് ആൻഡ് കോൾഡ് ബാഗുകൾ അടുത്ത സ്റ്റോളിൽ ഉണ്ടായിരുന്നു. 200 രൂപയാണെന്ന് തോന്നുന്നു ആ ബാഗുകൾക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മേടിച്ചില്ല. അടുത്തൊരു സ്റ്റോളാണ്. ഞാൻ വാവ് എന്ന് പറഞ്ഞ് നോക്കിയിരുന്നത്. നല്ല അടിപൊളി കണ്ണാടികളാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി കണ്ണാടികളായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള ബ്ലോ പെൻ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതിന്റെ ഡെമോ ആണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് ഈ ബ്ലോ പെൻ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാ ഈ ഒരു കവറിലാണ് അവർ തരുന്നത്. അതിന്റെ വില ഞാൻ മറന്നുപോയി, ഞാൻ വാങ്ങിയില്ല, കാരണം 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നത് നമ്മൾ കോഴിക്കോടൻ ഹൽവയൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോളിലേക്കാണ്. അവരെനിക്ക് സാമ്പിൾ വന്നതിൽ ഇളനീർ ഹൽവ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൽവയുടെ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഡേറ്റ്സിന്റെ ആണെന്ന് തോന്നുന്നു ഒരു ഹൽവ തന്നു. അപ്പൊ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ 1 കിലോയ്ക്ക് 400 രൂപയാണ് കേട്ടോ പറഞ്ഞത്. കുറെ ചിപ്സുകൾ, ഹൽവ മാത്രമല്ല ഒരുപാട് ചിപ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വേറൊരു സ്റ്റോളില് സീലിംഗ് ഫാൻ ഒക്കെ വൃത്തിയാക്കാനുള്ള മോപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ പച്ചക്കറികൾ വെച്ചിട്ടുള്ള പപ്പടം അത് അവൈലബിൾ ആയിരുന്നു. പലതരത്തിലുള്ള പച്ചക്കറി വെച്ചുള്ള പപ്പടങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നല്ല നല്ല കുറെ സ്റ്റോൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു ജൂത്തീസ് ഒക്കെ വിൽക്കുന്ന, അതായത് ചെരുപ്പുകളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോൾ കണ്ടു. നല്ല മിറർ വർക്കൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മോൾക്കൊരു ചെരുപ്പ് മേടിച്ചു. ആ ചെരുപ്പ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഏത് ഒക്കേഷനിലും ഏത് ടൈപ്പ് ഡ്രസ്സിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പാണ് അത്. മിറർ വർക്കൊക്കെ ഉണ്ട്. പിന്നെയും മുന്നോട്ട് നമുക്ക് ഒരുപാട് സ്റ്റോള് കാണാം. മാജിക് ബുക്കിന്റെ സ്റ്റോളും പെർഫ്യൂമിന്റെ സ്റ്റോൾസും. പിന്നെ ഇവിടെ പഴയ മുട്ടായികളൊക്കെ വിൽക്കുന്ന, നമ്മുടെ കാപ്പിലണ്ടി മിഠായിയും നാരങ്ങ മിഠായി, തേൻ മിഠായി, അങ്ങനെ പലതരം മിഠായികളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോള് കണ്ടു. പിന്നെ ഇവിടെ കൈത്തറി ഉടുപ്പുകൾ, തുണികളും അങ്ങനെ നമ്മുടെ സെറ്റുമുണ്ട്, അങ്ങനെ ഓണത്തിന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾ. പിന്നീട് കണ്ടത് ബക്കറ്റുകൾ, വലിയ ബക്കറ്റുകളിൽ വെച്ചിരിക്കുന്ന അച്ചാറുകളാണ്. ഇതിന്റെ കുറച്ച് 2-3 എണ്ണത്തിന്റെയൊക്കെ സാമ്പിൾ ഞാൻ കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്റ്റോളിലായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ഒക്കെ പുറത്തിടുന്ന ഷീറ്റുകളൊക്കെ ഉണ്ട്. ട്രാൻസ്പെയറന്റ് ആയിട്ട് ഉള്ള ഷീറ്റുകളും അല്ലാത്ത ഷീറ്റുകളും ഉണ്ട്. അതിൽ ഈ കാണുന്ന നേരെ കാണുന്ന ഷീറ്റുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ട്രാൻസ്പെയറന്റ് ഷീറ്റുകൾ 200 രൂപ മുതലാണ് തുടങ്ങുന്നത് മീറ്ററിന്. ഒരു ഗോൾഡൻ കളറൊക്കെ ഉണ്ടായിരുന്ന ആ ഷീറ്റിന് 350 ആണെന്ന് തോന്നുന്നു കേട്ടോ മീറ്റർ. പിന്നെ ഇവിടെ കാറൊക്കെ, എനിക്കൊന്ന് യൂസ്ഡ് കാറാണെന്ന് തോന്നുന്നു, അവിടെ അങ്ങനെ എന്തോ ആണ് എഴുതി വെച്ചിരുന്നത്. അപ്പൊ ആ 2 കാറുകൾ അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ പെയിന്റിങ് സാധനങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. ഒരു ഷോപ്പിലാണെങ്കിൽ ഇത് കണക്ക് ഡ്രീം ക്യാഷേഴ്സ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഗ്ലാസ്സുകളൊക്കെ, നമ്മുടെ ചായ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. 4 എണ്ണം 100 രൂപ, 6 എണ്ണം 100 രൂപ, അങ്ങനെ പല വിലക്കുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറെ ഫാൻസി സ്റ്റോളുകളൊക്കെ ഉണ്ട്. കമ്മലിന്റെ സ്റ്റോൾസ് ഉണ്ട് പ്രത്യേകമായിട്ട് തന്നെ. പിന്നെ ഇങ്ങനെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു സ്റ്റോൾ കണ്ടു. പിന്നെ ഇവിടെ ടോയ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ചൈനീസ് ഷോപ്പിലൊക്കെ കാണുന്നത് പോലെയുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള ബാസ്ക്കറ്റ്സ്, ടിൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോൾ കാണാം. പിന്നെ ബുക്ക് സ്റ്റോളുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. വീണ്ടും ഒരു അച്ചാറുകൾ വിൽക്കുന്ന സ്റ്റോളാണ് ഇവിടെ ഉള്ളത്. പലതരത്തിലുള്ള അച്ചാറുകളാണ്. പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. കൊഞ്ച് ചമ്മന്തിയും സാധാ ചമ്മന്തിപ്പൊടിയും ഉണ്ട്. ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ അച്ചാറും ഞാൻ ട്രൈ ചെയ്താന്നല്ല, എന്നെ കൊണ്ട് ട്രൈ ചെയ്യിച്ചു അവിടെ നിന്ന ആള്. എല്ലാം നല്ലതായിരുന്നു. സ്പെഷ്യലി അവിടെ പറയാനുള്ള ചേന കൊണ്ടുള്ള ഒരു അച്ചാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, അതിന് എരിവല്ല തന്നത്, ഒരു നല്ലൊരു മധുരമായിരുന്നു. ഒരു ഡേറ്റ്സ് പിക്കിളൊക്കെ കഴിക്കുന്നത് പോലെ ഒരു മധുരമൊക്കെ ഉള്ള ഒരു അച്ചാറായിരുന്നു. വീണ്ടും കുറെ ഫാൻസി സ്റ്റോർ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഇവിടെ അവൈലബിൾ ആണ്. കുറെ എംറ്റി ആയിട്ട് കിടക്കുകയാണ്, കാരണം ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയും സ്റ്റോൾസ് വരാനുണ്ട്. അപ്പോൾ കുറച്ച് ഒരാഴ്ചയും കൂടെ കഴിയുവാണെങ്കിൽ എല്ലാം ഫില്ലാവുമെന്ന് തോന്നുന്നു.
ഇതാ ഈ കൊണ്ടു നടന്ന് സാമ്പിൾ തരുന്നത് ചക്ക കൊണ്ടുള്ള അവലേസ് പൊടിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് കഴിച്ചിട്ട് നമ്മൾ നോർമലി കഴിക്കുന്ന അവലേസ് പൊടിയായിട്ട് തന്നെയാണ് തോന്നിയത്. അതിനകത്ത് ചക്കയുടെ ഫ്ലേവർ ഒന്നും എനിക്ക് തോന്നിയില്ല. അത് ചക്ക വെച്ചിട്ടുള്ള അവലേസ് പൊടിയാണ്. പിന്നെ ഇതാ ഇവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള ഫോട്ടോസ് ആണ്, ഫോട്ടോ ഫ്രെയിംസ് ഒക്കെയാണ് ഇരിക്കുന്നത്. അതിൽ എനിക്കിതാ കുതിരയുടെ ഭയങ്കര യൂണിക്കോൺ അല്ലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസം ഉണ്ടായിരുന്നു. ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ വില ചോദിച്ചപ്പോൾ ഒരു 950 റേഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് എടുത്തില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അവിടെ വീണ്ടും സീലിംഗ് ഫാനൊക്കെ വൃത്തിയാക്കുന്ന ആ ഒരു മോപ്പൊക്കെ കാണാം. അത് കഴിഞ്ഞു പോയപ്പോഴാണ് അടിപൊളി ഒരു കാഴ്ച കണ്ടത്. ഇതാണ് സംഭവം. അതായത് ഇരിക്കുന്നതിന് ജീവനുള്ള സംഭവമാണ്, പ്ലാസ്റ്റിക് ഒന്നും അല്ല. ഇവിടെ അടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഒരു 100 രൂപയാണ്, 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ എടുത്ത് നമ്മുടെ തോളിലോ കയ്യിലോ ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ. ഇവിടെ പാമ്പും കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്ന പാമ്പുകളൊക്കെ ഉണ്ട്, കടിക്കില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ തോളിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷികളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ പുള്ളിക്കാരനൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ ദേഹത്ത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇനിയും കുറേ സ്റ്റോളുകളുണ്ട്. ഇവിടെ ഒരു ചോക്ലേറ്റിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, കുറച്ച് സ്പൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് നമുക്ക് കൈ നോട്ടം, നമ്മുടെ കൈയൊക്കെ ഒന്ന് നോക്കി ഭാഗ്യമൊക്കെ അറിയണമെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ പഴച്ചാറുകളൊക്കെ, ഫാഷൻ ഫ്രൂട്ട്, ചക്ക, അങ്ങനെ പലതരം പഴങ്ങളുടെയൊക്കെ പൾപ്പ് വെച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോൾസിന്റെ ഒക്കെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു സ്വീറ്റ് കോൺ ഒക്കെ വെച്ചേക്കുന്ന ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഫുഡ് കോർട്ടാണ്. ഐസ്ക്രീം മുതൽ നമുക്ക് ചായ, പാവ് ബജി, പാനിപൂരി, പിന്നെ അവിടെ ചിക്കൻ കറി, ചിക്കൻ പെരട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളും, പൊറോട്ട, പിന്നെന്താ പൊട്ടറ്റോ ടെസ്റ്റർ, പിന്നെ ബീഫ്, കപ്പ ബിരിയാണി, അങ്ങനെ പല പല ഐറ്റംസ്, പിന്നെ ഷുഗർ കെയിന്റെ ജ്യൂസ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈവൻ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പായസത്തിന്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. മൊമോസ് ഒക്കെ വെക്കുന്ന സ്റ്റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ നമ്മൾ കൈ കഴുകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ആ ഒരു ഫുഡിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട്, ഫുഡ് കോർട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങുമ്പോൾ അവിടെ കൈ കഴുകാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഫുഡ് കോർട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഒരു ഫാമിലി ഗെയിം ഏരിയ ആണ് കാണുന്നത്. 2-3 സ്റ്റോൾസിലായിട്ട് ഇങ്ങനെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരു വലിയൊരു ജയന്റ് വീലാണ് കാണുന്നത്. ട്രെയിൻ ഒക്കെ ഉണ്ട്, കുഞ്ഞുമക്കൾക്കുള്ള ട്രെയിനും അങ്ങനെയുള്ള കളിക്കാനുള്ള കുഞ്ഞു കാറുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഈവനിങ് രാത്രി ടൈമൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കേട്ടായിരുന്നു. ചിലപ്പോൾ ഇവർ ഒരാളെ ആയിട്ട് കേറ്റുമോന്ന് അറിയില്ല. ഇതിന്റെ അങ്ങ് അറ്റത്തായിട്ട് ഒരു എന്താ പറയുക, അവിടെ കാണുന്നത് മരണക്കിണറാണ്. നമ്മൾ മരണക്കിണർ എന്നൊക്കെ പറയും, കിണർന്നൊക്കെ പറയും അല്ലെ. കാറും ബൈക്കും ഒക്കെ ആയിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണത്. 55 അടി താഴ്ചയുള്ള കിണറാണ് അവിടെ നിന്നാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും ഒരു സന്ധ്യക്കൊക്കെ വരുവാണെങ്കിൽ, സന്ധ്യ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇതെല്ലാം അതിൻ്റെതായ ഒരു രീതിയിൽ കാണാം. കാരണം നല്ല ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് നല്ല രസമായിരിക്കും ഇവിടെ കാണാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ചെറിയൊരു നഴ്സറി ഉണ്ട് അവിടെ. നമുക്ക് ചെറിയ ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടി, പൂച്ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റിയ ചെറിയൊരു നഴ്സറി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എക്സ്പോ ഒക്കെ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ എക്സ്പോയുടേത്. പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ കണ്ട റോബോട്ട്സ് ഒക്കെ ഒരു പുതുമ നിറഞ്ഞതായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ആ ഒരു പട്ടിക്കുഞ്ഞുങ്ങളെ പോലെയുള്ള റോബോട്ട്സിനെ ഒന്നും കണ്ടിട്ടില്ല. അത് ഡാൻസ് ചെയ്യുന്നതും അത് ചാടി വീഴുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണണം, കുട്ടികളെ എല്ലാവരും കൊണ്ടുവരണം. അങ്ങനെ തന്നെ പോയി കാണണം കേട്ടോ. അപ്പൊ സെപ്റ്റംബർ 30 വരെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ടിക്കറ്റ് ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല, ഫ്രീ ആണ്. ഇനി ടൈമിംഗ് പറയുകയാണെങ്കിൽ വീക്ക് ഡേയ്സിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ്. വീക്കെൻഡ്സിലും മറ്റു ഹോളിഡേയ്സിലും 11 മണി തൊട്ട് രാത്രി 9:30 വരെയാണ്. അപ്പൊ കൊല്ലത്തുള്ളവർക്ക് ഒരു ഡേ നല്ലതുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാവരും വന്ന് കാണുക.
അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.